സതീശൻ പോകയായി വനവാസകാലമായി സതീശൻ പോകയായി. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദേശ രാജ്യങ്ങളിലടക്കം വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ക്യാമ്പയിൻ. കെ.സി. വേണുഗോപാലിനോട് നോ പറയുക, വി ഡി സതീശനെ പിന്തുണയ്ക്കുക എന്നാണ് ക്യാമ്പയിൻ. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് ഇമെയിൽ അയക്കാനും നിർദ്ദേശമുണ്ട്. റിനു ശ്രീധർ വിവരങ്ങൾ ചെയ്യുന്നു. റിനു, അത് പ്രവർത്തകാഗ്രഹം എന്ന മട്ടിലാണോ അതോ അതിനകത്തൊരു കോർഡിനേറ്റർ എഫർട്ട് ഉണ്ടോ? സുഹൃത്തുക്കളെ, അധികാരത്തിൽ കയറിയിട്ടില്ല, വോട്ട് എണ്ണിയിട്ടില്ല, ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള വോട്ട് പെട്ടിയിലാണ്. ഇനിയിപ്പോൾ അത് എണ്ണാൻ നമുക്ക് 4-ാം തീയതി വരെ കാത്തിരിക്കണം. പക്ഷേ അപ്പോഴേക്കും ആരാണ് അധികാരത്തിൽ കയറേണ്ടതെന്നുള്ള വടംവലികൾ തുടങ്ങിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ. വടംവലികൾ തുടങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഇതാണ് കോൺഗ്രസ്. അധികാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരെന്ത് ചെയ്യും? എല്ലാ സംഗതി സെറ്റാക്കി വെക്കും. ഇനി അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, തങ്ങൾ അധികാരത്തിൽ കയറുമെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടാവുന്നിടത്തെല്ലാം എല്ലാ പണവും വാങ്ങിച്ചു വെക്കുമെന്നടക്കം ആന്റോ അഗസ്റ്റിൻ പറയുന്നത് ഞാനല്ല, റിപ്പോർട്ടിൽ ആന്റോ പറഞ്ഞതാണ്. ശരി, സംഗതി അവിടെ കിടക്കട്ടെ. സതീശൻ ഇപ്പൊ വനവാസ കാലത്തിന് പോവുമില്ല എന്ന് സതീശൻ ഏകദേശം ഓക്കെ ആയി. സുഹൃത്തുക്കളെ, ഞാനും നിങ്ങളോട് ചോദിക്കുന്നു, ഇപ്പൊ അവര് കളിക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. സതീശൻ ഒരു ഭാഗത്തുനിന്ന് കളിക്കുന്നു, PJ കുര്യൻ അധികം കളിക്കുമോ? G. സുധാകരൻ ഇപ്പൊ വല്ല കളിക്കുമോ? മുതിർന്ന നേതാക്കന്മാരാണ്. സാധ്യതയില്ല. K.C. വേണുഗോപാല് കളിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു മനുഷ്യനുണ്ട്, ഒരു മനുഷ്യന് അത്ര വലിയ പേരൊന്നുമില്ല, രമേശ് ചെന്നിത്തല എന്ന പേര്, അദ്ദേഹം കളിക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും എന്റെ പൊന്നു സുഹൃത്തുക്കളെ 3 പേരാണ് നമ്മുടെ UDF മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണും നട്ട് കസേരയിലേക്ക് ചാടിക്കയറാൻ വേണ്ടി കുത്തിരിക്കുന്നത്. ഒന്ന് രമേശ് ചെന്നിത്തലയാണ്, ഒന്ന് K.C. വേണുഗോപാലാണെന്ന്. ഒന്ന് പിന്നെ നമുക്കറിയാം വി ഡി സതീശൻ ചേട്ടനാണ്. ആ വി ഡി സതീശൻ ചേട്ടനെ എങ്ങനെയെങ്കിലും വനവാസത്തിന് പറഞ്ഞയക്കാൻ വേണ്ടി ആഗ്രഹമായിട്ട് നിൽക്കുന്ന ഒരാളെ പേരാണ് G. സുധാകരൻ. അദ്ദേഹത്തൊക്കെ വിട്ടേക്ക് കേട്ടോ. എന്തായാലും പാവ മനുഷ്യനാണ്. ആ സുധാകരൻ ചേട്ടനൊക്കെ അവിടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് നോക്കേണ്ട കാര്യം ഇതിലാരായിരിക്കും മുഖ്യമന്ത്രി ആവുകയാണ്. ഇപ്പൊ തന്നെ കളികളൊക്കെ തുടങ്ങി. അതായത് ഓരോരുത്തരും പല മൂലയിൽ നിന്ന് വി ഡി സതീശൻ മതിയിട്ടോ, മറ്റപ്പുറന്ന് K.C. വേണുഗോപാൽ ചേട്ടൻ മതി, അല്ലെങ്കിൽ എന്താണ് രമേശ് ചെന്നിത്തല മതി എന്നൊക്കെ പലയിടത്തുനിന്ന് ഇങ്ങനെ ശബ്ദങ്ങൾ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ ശബ്ദം ആർക്ക് വേണ്ടിയിട്ടാണോ മറുപടി കൂട്ടുന്നത്, 11 ആക്കുക എന്നുള്ളതായിരിക്കും ഇവരൊക്കെ ഒരു എന്താ പറയുക രീതി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. ഇവരെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരാള് ഇപ്പൊ കേരളത്തിലെ ഹൈക്കമാൻഡ് K.C. വേണുഗോപാലാണല്ലോ. ഇനിയിപ്പോ ഹൈക്കമാൻഡ് നേരിട്ട് പറഞ്ഞിട്ട് ഞാൻ തന്നെ ആയിക്കോളാം, ഇനിയിപ്പോ എന്തിനപ്പോ അവർക്ക് ഇങ്ങനെ ചോദിക്കാൻ നിൽക്കണേ, ഞാൻ തന്നെ ആയിക്കോളാം പറഞ്ഞ മൂപ്പരാവും ചെയ്യും കേട്ടോ. സംഗതി അവിടെ അല്ല. നമുക്ക് സാധ്യതകൾ നോക്കാം. ചുമ്മാ തമാശ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. സുഹൃത്തുക്കളെ, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മനുഷ്യടുക്കാം കോൺഗ്രസിൽ ഒരു സാത്വികനാണ്. ചില സമയത്തെല്ലാം പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് ഞാനിവിടെ ഉണ്ടിട്ടാ എന്ന് തെളിയിക്കുന്ന ഒരാളാണ്. PJ കുര്യൻ ആയിക്കോട്ടെ, G. സുധാകരൻ ആയിക്കോട്ടെ, ഇത്തരം ആളുകളൊക്കെ ഇത്തരം മുതിർന്ന ആളുകളായിട്ടൊക്കെ നല്ല ഒരു ടൈംസിൽ പോകുന്ന ആളാണ്. പഴയ ഇത്തരം ഒരു ഐ ഗ്രൂപ്പുകാരായിട്ടുള്ള ഇത്തരം ആളുകളായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. അത് മാത്രമല്ല SNDP ആയിട്ട് NSSുമായിട്ടൊക്കെ ഒരിക്കലും തെറ്റിയിട്ടില്ല, നല്ല ബന്ധത്തിലാണ്. അവരുമായിട്ടൊക്കെ നല്ല ഇഷ്ടത്തിലാണ് ഇവര്. ആര്? നമ്മുടെ ഈ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ മനുഷ്യൻ. ഇതെല്ലാം കൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ആവാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ എങ്ങാനും ഇവര് ജയിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയെ ആക്കാൻ വേണ്ടിയിട്ട് NSSും SNDP എല്ലാം കൂടിയിട്ട് പ്രഷർ ചെലുത്തുമോ എന്നുകൂടി നമ്മൾ അറിയണം. ഒപ്പം തന്നെ ലീഗുമായിട്ടൊന്നും വലിയ എന്താ പറയാ കടുംപിടുത്തത്തിലോ തല്ലിലേക്കൊന്നും രമേശ് ചെന്നിത്തല പോയിട്ടില്ല. ഇന്നതിനൊക്കെ പോയിട്ടുള്ള ഒരാളാണ് വി ഡി സതീശൻ. അപ്പൊ ജാതി സംഘടനകളുമായിട്ട് നല്ല ടൈംസിൽ പോകുന്ന രമേശ് ചെന്നിത്തലയാകാം ഒരു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക. അത് അദ്ദേഹം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്, താനും 100% ആഗ്രഹിക്കുന്നുണ്ട്. ഇനി മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ കിട്ടിയിട്ടില്ലെങ്കിൽ ഇദ്ദേഹം ഇനിയിപ്പോ അവിടെ ആ ഒരു എന്താണ് നിയമസഭയിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടി നമുക്ക് സംശയമാണ് കേട്ടോ. സംഗതി അവിടെ കിടക്കട്ടെ. രണ്ടാമത്തെ ആളാണ് K.C. വേണുഗോപാൽ. ഒരു പക്ഷേ രമേശ് ചെന്നിത്തല ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത്, ഒപ്പം തന്നെ വി ഡി സതീശൻ ചേട്ടൻ ചിന്തിക്കുന്ന അപ്പുറത്ത് ആരും അറിയാതെ പെട്ടെന്ന് ഹൈക്കമാൻഡ് K.C. വേണുഗോപാൽ മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. കാരണം കേരളത്തിലെ എന്താണ് ഹൈക്കമാൻഡ് K.C. വേണുഗോപാലാണ്. കേരളത്തിലെ ഈ
പിടിവലികളും വടംവലികളൊക്കെ സൗമ്യമായിട്ട് ഓരോരുത്തരെയും പോയി കണ്ടെത്ത് സംസാരിച്ച് മാക്കിക്കുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ KC വേണുഗോപാൽ. AICC സംഘടന ജനറൽ സെക്രട്ടറി തലപ്പത്തുണ്ട്. കേരളത്തിലെ പാർട്ടിയുടെ ഹൈക്കമാൻഡുമാണ്. SNDP ആയിക്കോട്ടെ, NSS ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ നല്ല ബന്ധമാണ്. ഒരാളോട് പോലും ഇത്ര കാലത്തിൽ ഈ ഒരു മനുഷ്യൻ ഇടഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ആർക്കുണ്ടെന്നർത്ഥം KC വേണുഗോപാലുണ്ട്. പിന്നെ ഇവരൊക്കെ ഏകദേശം മൊത്തം നോക്കുമ്പോൾ ഒരേ ലെവലിൽ നോക്കുമ്പോൾ ഒക്കെ ഒരു ഉന്നത കുലജാതന്മാരാണ്. അപ്പൊ ഈ 3 ഉന്നത കുലകൾക്കും സാധ്യതകൾ ഉണ്ട് എന്നുള്ള ഞാൻ പറയുന്നത് കേട്ടോ. സംഗീതം ഇവിടെ കേൾക്കട്ടെ. ഇനി ഏറ്റവും കൂടുതൽ ഈ ഒരു ഇലക്ഷനിൽ നമ്മൾ കണ്ട തല, അല്ലെങ്കിൽ നമ്മൾ കേട്ട ശബ്ദം, ഈവൻ ഫേസ്ബുക്കിലടക്കം നുണേശൻ എന്ന് ചുമ്മാ അടിച്ചു കഴിഞ്ഞാൽ വരുന്ന തല, അത് നമ്മുടെ VD സതീശൻ ചേട്ടനാണ്. മൂപ്പരെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല, തീർച്ചയായിട്ടും അവഗണിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ട്. പ്രതിപക്ഷ നേതാവാണ്, അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിച്ചു വെക്കൂ എന്നുള്ളതൊക്കെ പറയാം. പക്ഷേ നമ്മുടെ പല ജാതി സമവാക്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട ഒരാളാണ്. ഈ ജാതിക്കാരുടെ ഇടയിലും അല്ല അവരെ തെണ്ണ നിരങ്ങേണ്ട ആവശ്യമില്ല എന്നൊക്കെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ് VD സതീശൻ. എന്നാൽ ഉള്ളിലൂടെ RSSുമായിട്ടൊരു ബന്ധമുണ്ടോ എന്ന് പല ആളുകൾക്ക് സംശയമുണ്ട് താനും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോ VD സതീശൻ ചേട്ടനെ അകറ്റി നിർത്തപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ അവര് കേറിക്കൂടാനുള്ള എല്ലാ ശ്രമവും നടത്തും. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പൊ നമ്മൾ ഈ കേട്ടത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദേശ രാജ്യങ്ങളിലടക്കം വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ക്യാമ്പയിൻ. KC വേണുഗോപാലോട് നോ പറയുക, VD സതീശനെ പിന്തുണയ്ക്കുക എന്നാണ് ക്യാമ്പയിൻ. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് ഇമെയിൽ അയക്കാനും നിർദ്ദേശമുണ്ട്. റിനു ശ്രീധർ റിനു, അപ്പൊ എങ്ങനെയുണ്ട് പ്രവർത്തകാഗ്രഹം? അപ്പൊ KC വേണുഗോപാല് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ സാധ്യത ഉണ്ട് എന്ന് നമ്മുടെ VD സതീശൻ ചേട്ടനും അറിയാന്നർത്ഥം. ഒന്നെങ്കിൽ ഇത് VD സതീശൻ ചേട്ടൻ അറിഞ്ഞിട്ടാണെങ്കിൽ VD സതീശൻ ചേട്ടൻ നിൽക്കുന്ന ഗ്രൂപ്പിന്റെ ഒരു കളിയാണ്. അപ്പൊ KC വേണുഗോപാൽ ആവാൻ സാധ്യതയുണ്ട്. അതാക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമവും ഇപ്പൊ നടക്കുന്നുണ്ട് അർത്ഥം. എന്തായാലും ഇദ്ദേഹം എന്താ പറയുന്നത് നോക്കാലോ. ഹാഷ്മി, എന്തായാലും അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടുമോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കമാണ് UDF-ൽ ഉള്ളത്. നിലവിലിപ്പോൾ വിദേശ രാജ്യങ്ങൾ, UK അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ മലയാളി സംഘടനകളുടെ, കോൺഗ്രസ് അനുകൂല മലയാളി സംഘടനകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം പ്രചരിക്കുന്നത്. ആ സന്ദേശത്തിൽ പറയുന്നത് VD സതീശനെ പിന്തുണയ്ക്കുക, KC വേണുഗോപാലിനോട് നോ പറയുക എന്നുള്ളതാണ് ആ സന്ദേശത്തിൽ പറയുന്നത്. ഒപ്പം മല്ലികാർജ്ജുന ഖാർഗെ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ ഇമെയിൽ ഐഡിയും ഉൾപ്പെടുത്തി. ആ ഇമെയിൽ ഐഡിയിൽ അതായത് VD സതീശൻ തന്നെ, അതായത് നമ്മള് വല്ല സംഗീതമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിലപ്പോ ട്രെയിൻ ഇന്ന സ്ഥലത്ത് സ്റ്റോപ്പ് അനുവദിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാസ് പെറ്റീഷൻ ഒക്കെ സമർപ്പിക്കല്ലോ, എല്ലാവരെ കൊണ്ടും ഒപ്പിട്ടിപ്പിക്കാൻ വേണ്ടിയില്ല. അതുമായി ഒരു പരിപാടി നടക്കുന്നു എന്നർത്ഥം, വേറൊന്നുമില്ല. KC വേണുഗോപാലിനെ ആക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ സന്ദേശത്തിൽ കൃത്യമായി പറയുന്നത്. ഇത് UK-യിൽ അടക്കമുള്ള മറ്റ് വിദേശ രാജ്യങ്ങളിൽ അടക്കമുള്ള ഗ്രൂപ്പുകളിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലൊരു PR വർക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഉൾപാർട്ടി പോര് ഇത്തരത്തിൽ വാട്സപ്പ് സന്ദേശം വഴി ഒരു സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കോൺഗ്രസിന് എന്തായാലും അടിപൊളി. ഇനിയിപ്പോ അധികം സംസാരിക്കുന്നില്ല, സംഗതി ഇപ്പൊ അവരിപ്പോ തല്ല് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എന്റെ ചോദ്യം ഇതാണ്, ഇവന്മാരെങ്ങാനും അധികാരത്തിൽ വന്നാൽ KC വേണുഗോപാലാകുമോ, VD സതീശനാകുമോ, രമേശ് ചെന്നിത്തലാകുമോ, എന്തോന്ന് മുഖ്യമന്ത്രി? ഇനി ഇവരാരെങ്കിലും 3 പേരിൽ ഒരാളായാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് എഴുതി വെക്കാവോ? ബൈ.